വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഞാൻ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ലയോ മാർപ്പാപ്പയുടെ സന്ദേശങ്ങളാണിപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മലയാളിക്ക്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞു തുടങ്ങിയത് സത്യത്തിൽ നമ്മുടെ പരിശുദ്ധ പിതാവ് അടുത്ത കാലത്ത് ഏറ്റവും 1-2 ആഴ്ചയായുള്ളൂ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ തൻ്റെ ചാക്രിയ ലേഖനം മാഗ്നിഫിക്ക ഹ്യൂമാനിത്താസ് എന്നതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ആദ്യ അധ്യായങ്ങളുടെ ഉള്ളടക്കം ഞാൻ സംക്ഷിപ്തമായി നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മഹത്തായ മനുഷ്യവംശം എന്ന പേരിലാണ് പ്രത്യേകിച്ച് മാർപ്പാപ്പ ഈ രേഖ എഴുതിയിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വ്യാപകമായ ഒരു സ്വാധീനം ലോകത്തെ എല്ലാ രംഗങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ്. അതിൻ്റെ നന്മയെ അദ്ദേഹം ഏറ്റുപറയുന്നതോടൊപ്പം അത് ഉപയോഗിക്കുന്നതിൽ വരാവുന്ന പാളിച്ചകളെക്കുറിച്ച്, തെറ്റുകളെക്കുറിച്ച്, ക്രമക്കേടുകളെക്കുറിച്ച് കൂലങ്കഷമായി ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് ലോകത്തെ ക്ഷണിക്കുന്ന ഒരു ആഹ്വാനമാണ് ഈ രേഖ മാഗ്നിഫിക്ക ഹ്യൂമാനിത്താസ്. നമുക്കത് വായിക്കണം, അത് പഠിക്കണം. പ്രത്യേകിച്ച് അത് മനുഷ്യനെ മുഴുവൻ സ്പർശിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ യുവതലമുറയെ സ്പർശിക്കുന്ന ഒരു കാര്യമാണ്. അതനുസരിച്ച് മാർപ്പാപ്പ പ്രവാചകപരമായി ലോകത്തോട് എന്ത് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുവോ അത് ചെയ്യാനുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും നമ്മൾ ഏറ്റെടുക്കേണ്ട സമയമാണിത്. അടുത്ത അധ്യായത്തിൽ പരിശുദ്ധ പിതാവ് ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ അധ്യായത്തിൻ്റെ തന്നെ ഒരു തുടർച്ച നമ്മൾ പറഞ്ഞു വരുന്നതാണ്. 1-ാം അധ്യായത്തിൻ്റെ തുടർച്ചയായിട്ട് മാർപ്പാപ്പ ചർച്ച ചെയ്യുന്ന മറ്റൊരു പോയിൻ്റ് 13-ാം ലയോൺ മാർപ്പാപ്പയുടെ കാലം മുതൽ ഇന്ന് വരെയുള്ള സാമൂഹ്യ പ്രബോധനത്തിൻ്റെ ഒരു വളർച്ചയെക്കുറിച്ചുള്ള ഒരു ഹ്രസ്വമായ വീക്ഷണമുണ്ട്. ഞാനത് ഇതിനോടകം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ്. സഭ ചരിത്രത്തിൽ എങ്ങനെ സന്നിഹിതയാകുന്നു, ലോകവുമായി എങ്ങനെ സംവദിക്കുന്നു, സംഭാഷണത്തിൽ ഏർപ്പെടുന്നു എന്നീ കാര്യങ്ങൾ അവതരിപ്പിച്ച ശേഷം, അതാണല്ലോ ഈ അധ്യായത്തിൻ്റെ തന്നെ 1-ാം അധ്യായത്തിൻ്റെ തന്നെ ഭാഗമായി പറയുന്നത്, സഭാധികാര പ്രബോധനം, സഭയുടെ പ്രബോധനാധികാരം എന്താണ് നമുക്ക് നൽകുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് വികസിച്ചു വന്ന കാര്യമാണ് വിവരിക്കുന്നത്. ഞാൻ പറഞ്ഞു, 19-ാം നൂറ്റാണ്ടിൽ ലയോ 13-ാമൻ മാർപ്പാപ്പയുടെ കാലഘട്ടം മുതൽ ഇത് വികസിക്കാൻ തുടങ്ങിയതാണ്. പ്രധാന സാമൂഹിക പരിവർത്തനങ്ങൾക്ക് ഇതെങ്ങനെ പ്രതികരിച്ചുവെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലോകത്തുണ്ടാകുന്ന മാറ്റത്തോടെ എങ്ങനെയാണ് സഭ പ്രതികരിക്കുന്നത്, അതിനെ നേരെ കൊണ്ടുപോകാൻ. സമീപകാല സഭാധികാര പ്രബോധനം നമുക്കറിയാം, അതിനെ കൂടുതൽ വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത കാലത്തുള്ള രേഖകൾ ബെനഡിക്റ്റ് മാർപ്പാപ്പയുടേതാണെങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടേതാണെങ്കിലും, ഞാൻ പറഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചു, പരിസ്ഥിതിയെക്കുറിച്ചുള്ള പ്രബോധനമാണെങ്കിലും കാലം നേരിടുന്ന വലിയ ഒരു അവസ്ഥയാണ്. അതേപ്പറ്റിയാണെങ്കിലും കൂടുതൽ വികസിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ കാണുകയാണ്. സത്യത്തിൽ നീതി എന്ന ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പയുടെ രേഖ, ഇതെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ്, ഒരു വികസനം. എന്നാൽ ഈ രേഖ ആ പാരമ്പര്യത്തോടുള്ള തുടർച്ചയിൽ നിൽക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കുന്നതിനായി ചില അടിസ്ഥാന ഘടകങ്ങളെ ഞാൻ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മാർപ്പാപ്പ ഈ 1-ാം അധ്യായം അവസാനിപ്പിക്കുന്നത്. അതോടൊപ്പം മനുഷ്യ വ്യക്തിയെയും സമൂഹത്തെയും കുറിച്ചുള്ള വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങളുടെ മാറ്റമില്ലാത്ത കേന്ദ്ര സാരം, ചരിത്ര സാഹചര്യങ്ങളെ ശ്രദ്ധാപൂർവം കേൾക്കാനും സമകാലിക പ്രശ്നങ്ങൾക്ക് മറുപടി നൽകാനുമുള്ള ഒരു പുതുക്കപ്പെട്ട ഒരു കഴിവായി എങ്ങനെ നിരന്തരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് കാണിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഈ രേഖയിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, അതൊരു നീണ്ട വചനമാണ്. പാരമ്പര്യത്തോടുള്ള തുടർച്ചയിലാണ് ഇത് നിൽക്കുന്നത്.
അതുകൊണ്ടാണ് ചില അടിസ്ഥാന തത്വങ്ങൾ ഞാൻ പറയുന്നത്. അതോടൊപ്പം മനുഷ്യ വ്യക്തിയെയും സമൂഹത്തെയും കുറിച്ചുള്ള വെളിപ്പെടുത്തപ്പെട്ട സത്യം, അതായത് ബൈബിളിൽ കാണുന്ന സത്യങ്ങളുടെ മാറ്റമില്ലാത്ത കേന്ദ്ര സാരം, അതിൻ്റെ കേന്ദ്ര ബിന്ദു അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ചരിത്ര സാഹചര്യങ്ങളെ ശ്രദ്ധാപൂർവം കേൾക്കാനും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. സമകാലീന പ്രശ്നങ്ങൾക്ക് മറുപടി നൽകാനും ഉള്ള ഒരു പുതുക്കപ്പെട്ട ശക്തിയോടെയാണ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് 1-ാം അധ്യായം അവസാനിപ്പിക്കുന്നത്. 2-ാമത്തെ അധ്യായത്തിലേക്ക് മാർപ്പാപ്പ പറയുമ്പോൾ അവിടെ മാർപ്പാപ്പ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ സഭയുടെ സാമൂഹിക പ്രബോധനത്തിൻ്റെ അടിസ്ഥാനങ്ങളും തത്വങ്ങളുമാണ് മാർപ്പാപ്പ പറയുന്നത്. അപ്പോൾ അതും പൊതുവിലുള്ള കാര്യങ്ങളാണ്. സഭയുടെ സാമൂഹിക പ്രബോധനത്തിൻ്റെ ഞാൻ നിങ്ങളോട് പ്രാസംഗികമായൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, സഭയുടെ സാമൂഹിക പ്രബോധനത്തിൻ്റെ സംഗ്രഹം ബെനഡിക്റ്റ് മാർപ്പാപ്പ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്ന രേഖയും കൂടെ അതിനകത്ത് ഉൾച്ചേർക്കേണ്ടതാണ്. കാരണം അത് അനേകം രേഖകൾ അതിൻ്റെ പ്രധാനപ്പെട്ട തന്തുക്കൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സാമൂഹിക പ്രബോധനത്തിൻ്റെ സംഗ്രഹം നമുക്ക് പഠന വിഷയമാക്കാവുന്ന ഒരു ഗ്രന്ഥമാണ്, ആക്കേണ്ട ഒരു ഗ്രന്ഥമാണ്. അപ്പം അതിൻ്റെ ഒക്കെ ചുവട് പിടിച്ചുകൊണ്ടാണ് മാർപ്പാപ്പ ഇവിടെ നമ്മോട് പറയുന്നത്. നമുക്ക് കേൾക്കാം അത് എന്തൊക്കെയാണ് പറയുന്നത് എന്ന്. ചാക്രിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൽ മനുഷ്യബുദ്ധിയുടെ മഹത്വവും അതിൻ്റെ പരിധികളും ദൈവശാസ്ത്രപരവും മാനവികവുമായ ദൃഷ്ടിയിൽ മാർപ്പാപ്പ എടുത്തു കാട്ടുകയാണ്. അപ്പോൾ അത് ദൈവശാസ്ത്രപരമായ വീക്ഷണത്തിലും അത് വെളിപാടിൻ്റെയൊക്കെ വീക്ഷണത്തിലാണ്. ഒപ്പം ശാസ്ത്രീയമായ വീക്ഷണത്തിലും മാനവികമായ വീക്ഷണത്തിലും അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഏതാണ് മനുഷ്യബുദ്ധിയുടെ മഹത്വം? മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അവൻ്റെ ബുദ്ധിയാണല്ലോ. ആത്മാവിൻ്റെ വലിയൊരു പ്രവർത്തനമാണ്, ബുദ്ധിശക്തിയാണ് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ കഴിവ്. പക്ഷെ അതിന് പരിമിതിയുണ്ട്. മനുഷ്യനെ ഇന്ന് പലപ്പോഴും ചിന്തിക്കുന്നത് അതിന് പരിമിതി ഇല്ലാത്തവണ്ണമാണ്. ആ കാര്യങ്ങളാണ് മാർപ്പാപ്പ ഈ രേഖയിൽ പറയുന്നത്. മനുഷ്യൻ ദൈവത്തിൻ്റെ, വീണ്ടും പറയാണ്, ഞാൻ പറഞ്ഞല്ലോ ഒരു അടിസ്ഥാന തത്വമായി നിൽക്കുന്നത് വെളിപാടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കാര്യം തന്നെയാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതിനാൽ അവൻ്റെ ബുദ്ധിശക്തി വെറും ജൈവ പ്രവർത്തനം മാത്രമല്ല മാർപ്പാപ്പ പറയുക, മറിച്ച് സത്യത്തെയും നന്മയെയും സൗന്ദര്യത്തെയും അന്വേഷിക്കുന്ന ആത്മീയ ശേഷിയാണ്, കഴിവാണ് എന്ന് മാർപ്പാപ്പ നമ്മോട് പറയുന്നു. ഇത് നമ്മൾ ഓർക്കണം. ബുദ്ധിയുടെ പ്രധാനപ്പെട്ട കാര്യം, ബുദ്ധി കൊണ്ട് സത്യത്തിൽ ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യന് ദോഷം വരുന്ന കാര്യങ്ങൾ ചെയ്യാം, നശിപ്പിക്കാൻ ഉപയോഗിക്കാം. മനുഷ്യൻ കണ്ടുപിടിച്ച ആറ്റം ബോംബൊക്കെ അല്ലേ ഇത് മനുഷ്യന് ഏറ്റവും കൂടുതൽ ദുരിതമുണ്ടാക്കുന്നത്. ആണവായുധങ്ങളുടെ എല്ലാം കണ്ടുപിടുത്തങ്ങൾ ഓരോ കാലത്തുണ്ടാകുന്നത് എങ്ങനെയാണ് മനുഷ്യനെ നശിപ്പിക്കാനും ഉപയോഗിക്കുന്നത് എന്നത് ചിന്തിക്കണം. അവൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അവൻ്റെ ബുദ്ധിശക്തി എന്ന് പറയുന്നത് വെറും ഒരു ജൈവിക പ്രവർത്തനമല്ല, ഒരു ജൈവ പ്രവർത്തനമല്ല. അത് മറിച്ച് സത്യത്തെയും നന്മയെയും സൗന്ദര്യത്തെയും അന്വേഷിക്കുന്ന ആത്മീയ കഴിവാണത്. ഈ പശ്ചാത്തലത്തിലാണ് മനുഷ്യൻ ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയും വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ അത് ഓർക്കണം. അവൻ്റെ ഈ ബുദ്ധിശക്തിയുടെ ഫലമായിട്ടാണ് കൃത്രിമ ബുദ്ധിയിൽ ഉൾപ്പെടെയുള്ള സാങ്കേതിക നേട്ടങ്ങൾ മനുഷ്യൻ്റെ സൃഷ്ടിപരമായ കഴിവുകളുടെ ഫലമാണ്. അതുകൊണ്ട് അത് നമുക്ക് പല കാര്യങ്ങളിൽ നന്നായിട്ട് ഉപയോഗിക്കാം. മുമ്പ് ആമുഖത്തിൽ പറഞ്ഞത് തന്നെയാണ്. അവ ചികിത്സ, വിദ്യാഭ്യാസം, ആശയവിനിമയം, സാമൂഹിക വികസനം തുടങ്ങിയ മേഖലകളിൽ വലിയ സാധ്യതകൾ തുറക്കുന്നുണ്ട് എന്നതാണ് അതിൻ്റെ ഫലം, അതിൻ്റെ നേട്ടം. എന്നാൽ മനുഷ്യൻ സ്വന്തം സൃഷ്ടികളിൽ ആധിപത്യം നഷ്ടപ്പെടുത്തി സാങ്കേതിക സംവിധാനങ്ങളുടെ അടിമയാകുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് ആണ് മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അവിടെയാണ് അവൻ്റെ കഴിവുകളുടെ ഫലമായി ഉണ്ടാക്കിയിരിക്കുന്നതിന് അവൻ അടിമയാകരുത്. കൃത്രിമ ബുദ്ധി വിവരങ്ങൾ ശേഖരിക്കാനും വിശകലനം ചെയ്യാനും
അതിവേഗത്തിൽ തീരുമാനങ്ങൾ നിർദ്ദേശിക്കാനും കഴിവുള്ളതാണെങ്കിലും, അതുകൊണ്ടാണ് ഇവിടെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. കൃത്രിമ ബുദ്ധി കൊണ്ട് വിവരങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ ശേഖരിക്കാൻ സാധിക്കും. മനുഷ്യന് അതിനൊരു പരിമിതിയുണ്ട്. ഇഷ്ടം പോലെ ശേഖരിക്കാനും വിശകലനം ചെയ്യാനും അതിവേഗത്തിൽ തീരുമാനങ്ങൾ നിർദ്ദേശിക്കാനും കഴിവുള്ളതാണ്. അതാണ് ഭയങ്കരമായ അതിൻ്റെ ഒരു ഫലം. അപ്പോൾ അതിവേഗത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ മനുഷ്യന് നന്മയായിരിക്കണമെന്നില്ല അവ ചൂണ്ടിക്കാട്ടുന്നത്. അവർക്ക് ഫീഡ് ചെയ്തിരിക്കുന്ന കണക്കുകളുടെയും അൽഗോരിതങ്ങളുടെയും മറ്റ് ഡേറ്റകളുടെയും വെളിച്ചത്തിലുള്ള തീരുമാനങ്ങളാണ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. അത് എപ്പോഴും മനുഷ്യന് നന്മയായിരിക്കണമെന്നില്ല, നാശമാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അത് മനുഷ്യൻ്റെ മനസ്സാക്ഷിയെയും അവൻ്റെ നീതിപൂർവമായ ഉത്തരവാദിത്തെയും, നമ്മൾ പറഞ്ഞല്ലോ ആത്മീയ അനുഭവത്തെയും കൈവരിക്കുന്നില്ല. അതാണ് അതിൻ്റെ കുറവ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഈ 3 കാര്യങ്ങളില്ല. മനുഷ്യൻ്റെ മനസാക്ഷിയുടെ ഒരു ശക്തി അതിനില്ല. അത് തീരുമാനിക്കാൻ അതിന് പറ്റില്ല. നൈതികമായ ഒരു നീതിപൂർവം കാര്യങ്ങൾ ചെയ്യാൻ അതിന് സാധിക്കില്ല. ആത്മീയ അനുഭവത്തെയും അവന് കൈവരിക്കാൻ സാധിക്കുന്നില്ല. കൃത്രിമ ബുദ്ധിക്കുള്ള കുറവുകളാണിത്. മനുഷ്യൻ സ്നേഹത്തിലൂടെയും ബന്ധങ്ങളിലൂടെയും, നമ്മൾ ഇന്നലെ മറ്റ് അധ്യായങ്ങളിൽ മാർപ്പാപ്പ അത് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ തേടുന്ന ജീവിയാണ്. സ്നേഹത്തിലൂടെയും മനുഷ്യബന്ധങ്ങളിലൂടെയും ദൈവത്തെ തേടുന്ന, ദൈവത്തിൽ എത്തിച്ചേരാനുള്ള ജീവിയാണ് മനുഷ്യൻ. അതേസമയം കൃത്രിമ ബുദ്ധി ഒരു ഉപകരണം മാത്രമാണ്. അതിനാൽ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട അന്തിമമായ നീതിപൂർവകമായ തീരുമാനങ്ങൾ യന്ത്രങ്ങൾക്ക് കൈമാറുന്നത് അപകടകരമാണ് എന്ന് പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ലോകത്തോട് പറയുകയാണ്. അതോടൊപ്പം ഈ അധ്യായത്തിൽ സഭയുടെ ഉത്തരവാദിത്വവും പാപ്പ വിശദീകരിക്കുന്നുണ്ട്. 2-ാമത്തെ അധ്യായത്തിൽ സാങ്കേതിക പുരോഗതിയെ സഭ ഭയത്തോടെ തള്ളിക്കളയുന്നില്ല, പേടിക്കുന്നില്ല, തള്ളിക്കളയുന്നില്ല. മറിച്ച് അതിനെ മനുഷ്യ കേന്ദ്രീകൃതവും നീതിപൂർവകവുമായ ദിശയിലേക്ക് നയിക്കാനാണ് സഭ ആഗ്രഹിക്കുന്നത്. മാർപ്പാപ്പ അതാണ് നമ്മളോട് പറയുന്നത്. മനുഷ്യൻ്റെ യഥാർത്ഥ പുരോഗതി വെറും കാര്യക്ഷമതയിലോ സാമ്പത്തിക വളർച്ചയിലോ അല്ല. ഇത് നമ്മൾ പ്രത്യേകം ഓർക്കണം. ഇപ്പം എഫിഷ്യൻസി, സാമ്പത്തിക പുരോഗതി, ഇതിന് വില കൊടുക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇത് വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതല്ല യഥാർത്ഥ മനുഷ്യൻ്റെ പുരോഗതി. മറിച്ച് പൊതുനന്മ, സാമൂഹിക നീതി, സാഹോദര്യം, നമുക്കറിയാമല്ലോ, ആത്മീയ വളർച്ച എന്നിവയാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് എന്ന് മാർപ്പാപ്പ ശക്തമായി പറഞ്ഞു, രേഖയിൽ ആവർത്തിച്ച് അത് ഓരോ അധ്യായത്തിലും തന്നെ പറഞ്ഞു വയ്ക്കുകയാണ്. മാർപ്പാപ്പ ഈ ചിന്തയിലേക്ക് കൊണ്ടുവരിക. അതിൻ്റെ വ്യത്യസ്ത ന്യൂവാൻസസ് ആണ്, പ്രത്യേക ഭാവങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതിനാൽ കൃത്രിമ ബുദ്ധി വികസനവും ഉപയോഗവും മനുഷ്യൻ്റെ ദൈവിക മഹത്വത്തെയും സ്വാതന്ത്ര്യത്തെയും സംരക്ഷിക്കുന്ന വിധത്തിൽ ക്രമീകരിക്കപ്പെടണം എന്നതാണ് അത്യാവശ്യം. ഏതൊരു കണ്ടുപിടുത്തത്തിൽ ഇത് വരേണ്ടതാണ്. ഇവിടെയും അതുണ്ടാകണം. 2-ാം അധ്യായത്തിൻ്റെ ഉള്ളടക്കമാണ്, സംക്ഷിപ്തമായ ഉള്ളടക്കമാണ് അവിടെ നമുക്ക് കാണുന്നത്. 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് സാങ്കേതിക വിദ്യയും ആധിപത്യവും നിർമ്മിത ബുദ്ധിയുടെ വാഗ്ദാനങ്ങളുടെ വെളിച്ചത്തിൽ മനുഷ്യൻ്റെ മഹത്വവുമാണ് അവതരിപ്പിക്കുന്നത്. ടെക്നോളജി ആൻഡ് ഡോമിനൻസ്, the grandeur of humanity in light of the promises of AI, artificial intelligence. അതാണ് 3-ാമത്തെ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. മനുഷ്യനും സാങ്കേതിക വിദ്യയും തമ്മിലുള്ള ബന്ധത്തെ ആഴത്തിൽ വിശകലനം ചെയ്യുന്നു ഇവിടെ. കൃത്രിമ ബുദ്ധി മനുഷ്യൻ്റെ സൃഷ്ടിപരമായ കഴിവുകളുടെ ഫലമാണെങ്കിലും, നമ്മൾ പറഞ്ഞു മനുഷ്യൻ്റെ സൃഷ്ടിപരമായ കഴിവ്, ദൈവം നൽകിയിരിക്കുന്ന കഴിവാണ് ബുദ്ധിശക്തിക്ക്.
സൃഷ്ടിപരമായ കഴിവ്. അതുമാത്രം അധ്വാനം ചെയ്താണ് ആളുകൾ അത് നേടിയെടുക്കുന്നത്. പണ്ടൊക്കെ കണ്ടുപിടുത്തങ്ങളൊക്കെ സ്ലോ ആയിരുന്നു, ഇന്ന് ഭയങ്കര സ്പീഡിലാണ് ചേഞ്ച് ഈസ് കമ്മിങ് എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ മേലാത്ത തരത്തിൽ ആണ് മാറ്റങ്ങൾ വരുന്നത്. അത് ഓർക്കണം, കണ്ടുപിടുത്തങ്ങൾ വരുന്നത്. അപ്പോൾ കൃത്രിമ ബുദ്ധി മനുഷ്യൻ്റെ സൃഷ്ടിപരമായ കഴിവുകളുടെ ഫലമാണെങ്കിലും അത് മനുഷ്യനെ നിയന്ത്രിക്കുന്ന അധികാരശക്തിയായി മാറരുതേ എന്നാണ് മാർപ്പാപ്പ ഈ അധ്യായത്തിൽ നമ്മോട് പറയുന്നത്. കാര്യക്ഷമതയും ലാഭവും മാത്രമാകുമ്പോൾ, മറ്റേ സാമ്പത്തിക ശക്തി, ഇവിടെ ലാഭം, പണം ഉണ്ടാക്കുന്നു, അത് കൂടുതൽ ലാഭത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു തത്വസംഹിതയിലേക്ക് വരുമ്പോൾ മനുഷ്യമഹത്വവും സ്വാതന്ത്ര്യവും അപകടത്തിലാകുമെന്ന് മാർപ്പാപ്പ വീണ്ടും ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യമഹത്വം, അതുകൊണ്ടാണ് ഈ പേര് ദിഞ്ഞിത്താസ് എന്ന് മാർപ്പാപ്പ പറയുന്നത്. ഈ മനുഷ്യവംശത്തിൻ്റെ അത് ഊന്നൽ കൊടുത്ത് നമ്മുടെ ഓർപ്പിപ്പിക്കുകയാണ് ഈ രേഖ ചെയ്തു വച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ വികാരങ്ങളും നീതിബോധവും ആത്മീയതയും ഏയ്ക്ക് ഇല്ലാത്തതിനാൽ, നമ്മൾ മുമ്പേ കണ്ടല്ലോ, ഇല്ലാത്തതിനാൽ മനുഷ്യബുദ്ധിക്ക് പകരമായി അവനെ കാണാൻ പാടില്ല എന്ന് മാർപ്പാപ്പ നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. അതിന് പകരമായി കാണരുത്. സാങ്കേതിക വിദ്യ ചിലരുടെ സാമ്പത്തിക രാഷ്ട്രീയ ആധിപത്യം വർദ്ധിപ്പിക്കുന്ന ഉപകരണമാകരുത് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഇത് കൈവശമുള്ളവർക്ക്, ഇത് വാങ്ങാൻ കഴിയുന്നവർക്ക് അത് ആധിപത്യമുണ്ടാക്കുന്നു, കൂടുതൽ വളർച്ച ഉണ്ടാക്കുന്നു, സമ്പന്നരാക്കുന്നു. അതും പാടില്ല എന്ന് മാർപ്പാപ്പ പറയുകയാണ്. കൂടാതെ AI-യുടെ പരിസ്ഥിതി പ്രത്യാഘാതങ്ങളും യുദ്ധരംഗത്തിലെ ഉപയോഗവും പാപ്പ വിമർശനാത്മകമായി ഇവിടെ വിലയിരുത്തുന്നുണ്ട്. യുദ്ധങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നു, അതുകൊണ്ടാണ് കൃത്യതയോടെ പോയി ആക്രമിക്കാൻ സാധിക്കുന്നു. പക്ഷേ അവിടെ ഉള്ള മറ്റു കാര്യങ്ങൾ അതോടൊപ്പം തന്നെ നശിപ്പിച്ച് കളയും. അതാണ് ഉണ്ടാകുന്നത്. ഈവൻ ഇസ്രായേൽ ഗാസ യുദ്ധത്തിലൊക്കെ പലസ്തീൻ, നമുക്കറിയാം ഇത് ഉപയോഗിച്ചു എന്നുള്ള ഒരു വാർത്ത വായിക്കാനിടയായിട്ടുണ്ട്. അതാണ് ചോദിക്കുന്നത്, ഒത്തിരി പേരെ കൊല്ലുന്നതിന് അത് കാരണമായി. കൂടാതെ AI-യുടെ പരിസ്ഥിതി പ്രത്യാഘാതങ്ങൾ നമ്മൾ കണ്ടു. പരിസ്ഥിതിക്ക് അത് വലിയ അപകടമുണ്ടാക്കുന്നു. യുദ്ധത്തിലെ ഉപയോഗം അത് അപകടകരമാക്കുന്നു. ഇതെല്ലാം മാർപ്പാപ്പ ഇവിടെ ഈ അധ്യായത്തിൽ വിമർശന വിധേയമാക്കുന്നുണ്ട്. മനുഷ്യൻ്റെ പരിമിതികളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ട്രാൻസ് ഹ്യൂമനിസം പോലുള്ള ചിന്തകളെ അദ്ദേഹം നിരസിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം മനുഷ്യൻ്റെ പരിമിതിയുള്ള മനുഷ്യന് ചിലത് ചെയ്യാൻ പറ്റിയാലല്ലോ, അവനെ അതിജീവിക്കാൻ ഇതിന് സാധിക്കുന്നത് കൊണ്ട് ട്രാൻസ് ഹ്യൂമനിസം, മനുഷ്യനപ്പുറം നിൽക്കുന്ന ഒരു ശക്തിയായി ഇതിനെ കാണുന്നതിനെയും മാർപ്പാപ്പ ചോദ്യം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും നമ്മൾ ഓർക്കണം. യഥാർത്ഥ മനുഷ്യമഹത്വം, വീണ്ടും മനുഷ്യമഹത്വം, ദിഞ്ഞിത്താസ് എവിടെയാണ് അടങ്ങിയിരിക്കുന്നത്? മനുഷ്യമഹത്വം ദൈവ ബന്ധത്തിലും പരസ്പര ബന്ധത്തിലുമാണ്. അവിടെ അത് പൂർണ്ണമാക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് പൂർണ്ണത കൊടുക്കാൻ വീണ്ടും വീണ്ടും മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുന്നു. 4-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അവിടെ മാർപ്പാപ്പ പറയുന്നത് മാറ്റത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ മനുഷ്യരാശിയെ സംരക്ഷിക്കുക എന്ന ആഹ്വാനമാണ് പരിശുദ്ധ പിതാവ് നടത്തിയിരിക്കുന്നത്. 4-ാം അധ്യായം ഡിജിറ്റൽ വിപ്ലവവും കൃത്രിമ ബുദ്ധിയും മനുഷ്യ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യ സ്വഭാവത്തെയും സ്വാതന്ത്ര്യത്തെയും സത്യബോധത്തെയും എങ്ങനെ സംരക്ഷിക്കാമെന്ന ചോദ്യത്തെ ആഴത്തിൽ പരിശോധിക്കുന്നു. അതാണ് ചെയ്യുന്നത് മാർപ്പാപ്പ ഇവിടെ. മനുഷ്യ ജീവിതത്തിൻ്റെ 3 പ്രധാന മേഖലകളെ പ്രത്യേകിച്ചും എടുത്തു കാണിക്കുകയാണ് ഇവിടെ മാർപ്പാപ്പ ചെയ്തിരിക്കുന്നത്. സത്യം, തൊഴിൽ, സ്വാതന്ത്ര്യം. 3 കാര്യങ്ങളാണ്. സത്യം, തൊഴിൽ, സ്വാതന്ത്ര്യം. വിവരങ്ങൾ എളുപ്പത്തിൽ കൃത്രിമമായി നിർമ്മിക്കപ്പെടുകയും വ്യാജ വാർത്തകളും ഡിജിറ്റൽ മാനിപ്പുലേഷനും ദുരുപയോഗവും നമുക്കറിയാം വർദ്ധിക്കുകയും ചെയ്യുന്ന കാലത്ത് വിമർശനാത്മക ചിന്തയും സത്യത്തെ തിരിച്ചറിയാനുള്ള വിദ്യാഭ്യാസവും അനിവാര്യമാണെന്ന് മാർപ്പാപ്പ പറയുകയാണ്. സത്യം തിരിച്ചറിവ്, വ്യാജ വാർത്തകളൊക്കെ ഇന്ന് എത്ര
മാത്രം നമ്മൾ AI ഉപയോഗം വഴിയായി കൊണ്ടു നടക്കുന്നു എന്നത് ചിന്തിക്കേണ്ടതാണ്. അതുപോലെ കാര്യക്ഷമതയും ലാഭവും മാത്രം മുൻതൂക്കം നേടുമ്പോൾ ആവർത്തിച്ച് മാർപ്പാപ്പ പറയാൻ തൊഴിൽ മനുഷ്യബന്ധങ്ങളുടെ മഹത്വം നഷ്ടപ്പെടാനുള്ള ഭീഷണി ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതിനാൽ ജോലി വെറും ഉൽപാദന ശേഷിയല്ല, മനുഷ്യൻ്റെ സൃഷ്ടിപരതയും ആത്മഗൗരവവും പ്രകടമാക്കുന്ന ദൈവവിളിയാണെന്ന കാര്യം നമ്മൾ മറക്കരുതേ എന്ന് പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നോക്കിക്കുമ്പോൾ എല്ലാ തലങ്ങളിലൂടെയും മാർപ്പാപ്പ പോകുന്നുണ്ട്. ഒരു സമഗ്രമായ പഠനം നമുക്ക് നൽകുകയാണ്. AI വഴി ഉണ്ടാകാവുന്ന പ്രശ്നം, അത് മാധ്യമരംഗത്താണെങ്കിൽ, ഡിജിറ്റൽ ലോകത്താണെങ്കിൽ, വ്യാജ വാർത്തകളുടെ നിർമ്മാണത്തിലാണെങ്കിൽ, രോഗികളെ ചികിത്സിക്കുന്ന തരത്തിലാണെങ്കിൽ, അവിടെയെല്ലാം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് മാർപ്പാപ്പ ഈ രേഖയിൽ. അതുകൊണ്ട് മാർപ്പാപ്പ പറയുന്നത് നീതിയുള്ള നിയമങ്ങളാണ് ഉണ്ടാകേണ്ടത്. ഇതിൻ്റെ ഉപയോഗത്തിൽ സാമൂഹിക ഉത്തരവാദിത്വവും കേന്ദ്രിത വിദ്യാഭ്യാസവും അത്യാവശ്യമാണെന്നും മാർപ്പാപ്പ അടിവരയിട്ട് പറയുന്നു. വീണ്ടും വീണ്ടും അത് പറയുകയാണ്. യഥാർത്ഥ മനുഷ്യ ജീവിതം സംരക്ഷിക്കാൻ സാങ്കേതിക പുരോഗതിക്കൊപ്പം വീണ്ടും വീണ്ടും ആത്മീയവും നിയമപരവുമായ നീതിപൂർവകവുമായ ജാഗ്രതയും അനിവാര്യമാണെന്ന് ഈ അധ്യായത്തിൽ മാർപ്പാപ്പ എടുത്തു പറയുന്നു. അതാണ് മുഖ്യ സന്ദേശം. നമുക്കറിയാം, കൂടുതൽ ആഴത്തിൽ പഠിക്കുമ്പോഴാണത് മനസ്സിലാകുന്നത്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. പരിശുദ്ധ പിതാവ് വിവിധ അധ്യായങ്ങളിലൂടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപയോഗം വഴി ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ വളരെ വ്യക്തമായി, വസ്തുനിഷ്ഠമായി, ഒബ്ജക്റ്റീവായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന രേഖയാണിത്. ഇത് എല്ലാവരും പഠിക്കേണ്ടത്. രാഷ്ട്രീയ നേതാക്കൾ പഠിക്കണം, സമൂഹത്തിൽ ഉത്തരവാദിത്വപൂർണമായ സ്ഥാനങ്ങൾ വഹിക്കുന്ന എല്ലാവരും അത് പഠിക്കണം, മാധ്യമരംഗങ്ങളിലുള്ളവർ പഠിക്കണം, മാധ്യമങ്ങൾക്ക് നിയന്ത്രണം അതിനെ നയിക്കുന്ന ആളുകൾ, നിയന്ത്രിക്കുന്ന ആളുകൾ, രോഗികളെ ശുശ്രൂഷിക്കുന്ന ആശുപത്രികൾ ആധുനിക കാലത്ത് പഠിക്കേണ്ടതുണ്ട്. അവിടെയും എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന കാര്യം മത അധികാരികളും പഠിക്കണം, ആളുകളെ പ്രബോധിപ്പിക്കാൻ. അപ്പോൾ ഈ രേഖ മാർപ്പാപ്പ നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നു. തൻ്റെ ആദ്യത്തെ ചാക്രിയ ലേഖനം എല്ലായിടത്തും അത് എത്തണം. അതിൻ്റെ ആത്മീയതയ്ക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നമ്മൾ മനുഷ്യൻ എന്തുമാത്രം വളർന്നാലും ദൈവത്തെ മറക്കാൻ ഇടയാകരുത് എന്നതാണ് സത്യം. ദൈവത്തിൻ്റെ പദ്ധതിക്ക് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കരുത്. അവനുണ്ടായ നേട്ടമാണ് എന്ന് തോന്നിയാലും നേട്ടം മറ്റു മനുഷ്യർക്ക്, സഹജീവികൾക്ക് ഉപദ്രവകരമായി തീരരുത് എന്ന സന്ദേശം പറയാനാണ് മാർപ്പാപ്പ ശ്രമിച്ചിരിക്കുന്നത്. നമുക്ക് ഈ രേഖ വീണ്ടും നമുക്ക് പഠിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ 2 അധ്യായങ്ങൾ കൂടി മാർപ്പാപ്പ അവതരിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ സമാപനം ചിന്തകളും കൂടി നമുക്ക് അവതരിപ്പിക്കാം. അതുവരെ പരസ്പരം പ്രാർത്ഥിക്കാം. ഈ ടെസ്റ്റ് ഇംഗ്ലീഷിൽ ലഭ്യമാണ്. സത്യത്തിൽ മലയാളത്തിൽ അവർ തർജ്ജമ ചെയ്യും, ഉടനെ തന്നെ നമുക്ക് ലഭിക്കും. അത് വായിക്കാനും പഠിക്കാനും ഉള്ളൊരു പ്രചോദനം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.